ഇറാനെതിരെ ചരിത്ര വിജയം നേടാനായെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ഈ വിജയം തലമുറകളോളം ഓർമ്മിക്കപ്പെടും. ഇറാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നെതന്യാഹു. ഇസ്രായേലിന്റെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കിയെന്നും ഈ യുദ്ധം ലോകത്തെ സൈന്യങ്ങൾ പഠന വിഷയമാക്കുമെന്നും നെതന്യാഹു പ്രതികരിച്ചു. ഖത്തറിൽ ഇന്നലെ GCC രാഷ്ട്രങ്ങളുടെ യോഗം ചേർന്നു. നിലവിലെ സാഹചര്യം അറബ് രാഷ്ട്രങ്ങൾ വിലയിരുത്തി. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇറാനുമായി കൂടുതൽ ചർച്ചയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ഒരുങ്ങുന്നുണ്ട്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് നിർത്തിയ സർവീസുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഇറാനോട് സാഹസം കാണിച്ചാൽ പിഴ വളരെ വലുതാണെന്ന സന്ദേശം ലോകം കണ്ടെന്ന് ഇറാൻ വിലയിരുത്തി. 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തോടെ ടെഹ്റാനിൽ ആഘോഷ പ്രകടനം നടന്നു. അയത്തുള്ള ഖമേനിയുടെ ചിത്രങ്ങളുമായി ജനം തെരുവിലിറങ്ങി. ആണവ ഭീഷണി, ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഉൾപ്പെടെ 2 ഭീഷണികളാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. ആണവ ശാസ്ത്രജ്ഞർ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഇറാന്റെ മുതിർന്ന സേനാ നേതാക്കളെയെല്ലാം ഇസ്രായേൽ പ്രതിരോധ സേന ഇല്ലാതാക്കി. ഇസ്ഫഹാനിലെയും നദാൻസിലെയും അരാഗിലെയും ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ നശിപ്പിച്ചെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാനിൽ ആരെങ്കിലും ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതേ നിശ്ചയദാർഢ്യത്തോടെയും കരുത്തോടെയും ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹു നന്ദി അറിയിച്ചു. US സൈന്യം ഫോർദോയിലെ ഇറാന്റെ ആണവ സമുഷ്ടീകരണ കേന്ദ്രം തകർത്തുവെന്നും നെതന്യാഹു പറയുന്നു. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇറാൻ വെടിനിർത്തൽ കരാർ പാലിക്കുന്നിടത്തോളം കാലം ഇസ്രായേലും വെടിനിർത്തൽ കരാർ മാനിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തി. ഇന്നലെ രാത്രി ഇറാനിൽ നിന്നും 282 ഇന്ത്യക്കാരെ കൂടി നാട്ടിലെത്തിച്ചു. ഇതോടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും നാട്ടിലെത്തിച്ചവരുടെ എണ്ണം 2858 ആയി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.